നമസ്കാരം. ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. മുണ്ടെടുക്കുകയല്ല, കമന്റ് ഇടുന്ന പൊട്ടൻ സഖാക്കന്മാരോടാണ്. നല്ല ഒന്നാന്തര SFIക്കാരനായിരുന്നു. CIT യൂണിയന്റെ പേപ്പറാണ് ഇരിക്കുന്നത്. ഈ പ്രാക്ക് തിരുവനന്തപുരം നഗരസഭയിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രാക്ക് അതിപ്രാധാന്യമുള്ള ഒരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുവാനല്ല, സംവദിക്കുവാൻ വേണ്ടിയാണ് സൂരജ് പാലക്കാരൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, ഒരു വാർത്താ ചാനലുകളിൽ ഇല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം ചിലർ കൈയടിക്കുവാനുണ്ടാവും, ചിലർ കൂടെ നിൽക്കുവാനുണ്ടാവും. ഇതിന് ശേഷം ആ വാർത്ത നാമാവശേഷമായി കഴിഞ്ഞാൽ അതിലെ ആളുകൾ എവിടെ പോയി മൺമറഞ്ഞോ എന്നൊന്നും ആർക്കും അറിയില്ല. അതെ, ചിലതിനു വേണ്ടി സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്നതിൻ്റെ പേരിൽ ജീവിതം ഹോമിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ജീവിതം ഇല്ലാതാക്കിയ ചെറുപ്പക്കാരൻ, അതെ, പഴയ KSRTC ഡ്രൈവർ യദുവിനെ നമുക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇനി അയാളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പാർട്ടി ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക്. വേറൊരു ജോലി എടുക്കാൻ അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. അതെ, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? എംപാനൽ ജീവനക്കാരനായി KSRTCയിൽ കയറി ഒരു വൃത്തികേടിനെതിരെ, ഒരു മോശപ്പെട്ട പ്രവൃത്തിക്കെതിരെ, പാർട്ടിക്കാരുടെ തന്തയില്ലായ്മയ്ക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടു, പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നു. എംപാനലും പോയി, കുമ്പാനലും പോയി, ഗണേഷ് കുമാറിന്റെ വാക്കും പോയി. ഇപ്പോൾ ഗുഹ നിൽക്കുന്നത് പ്രിയർജൻ യദുവിന്റെ അടുത്താണ്. യദുവേ, നമസ്കാരം. ചിരിയില്ല, കരച്ചിലുമില്ല, സന്തോഷവുമില്ല. എന്ത് ചെയ്യണം എന്നറിയത്തില്ല, പണിക്ക് പോവാൻ പറ്റത്തുമില്ല. ഓക്കെ, KSRTC വിട്ടു. ആ രാജാവിൻ്റെ വിജയാഘോഷം നടക്കട്ടെ. നിങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തു KSRTCന്ന്. എംപാനൽ ജീവനക്കാരനായ താങ്കളെ തള്ളി പുറത്താക്കി. അവർ ജയിച്ചു അല്ലേ? പക്ഷേ താൽക്കാലികമായിട്ടുള്ള ജയമാണ്. ആവട്ടെ, എന്നാലും അവർ ജയിച്ചു. ഞാൻ ആര്യയുടെ ഭാഗത്താണ്. നിങ്ങളെ ചുമ്മാ ആവശ്യമില്ലാതെ ഞങ്ങളുടെ മുൻ മേയർ ആര്യയെക്കുറിച്ച് സംസാരിക്കരുത്. വൃത്തികേടല്ലേ കാണിച്ചത്? എന്നാ നിങ്ങൾ എന്നാ കാണിച്ചെന്ന് പറഞ്ഞേ? എന്തായിരുന്നു കയ്യാങ്ങം കാണിച്ചേ? അതാണ് പല ആൾക്കാരും ചോദിക്കുന്നത്, യദുവിനോട് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഇത്രയും സൈലന്റ് ആയിട്ടൊരു യദു കയ്യാങ്കം പോയിട്ട് മര്യാദയ്ക്ക് വാതർന്ന് സംസാരിക്കുമെന്ന് എനിക്ക് സംശയം. ഞാൻ പറഞ്ഞു, യദുവിനോട് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു, യദു ഇച്ചിരി ഓർക്കെ പറയണം, ഓളിയത്തിൽ സംസാരിക്കണം. കാരണം എനിക്കിത്ര ശബ്ദം കൂടുതലാണ്. യദുവിൻ്റെ പേരിൽ യദുവിനെ സപ്പോർട്ട് ചെയ്ത വാർത്തേൻ്റെ പേരിൽ കേസ് എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയാവോ? ഒരുപാട് കേസുണ്ട്. അതെന്തുവാട്ടെ, അവർ ജയിച്ചെന്ന് പറഞ്ഞു. ആര്യ രാജേന്ദ്രൻ വിജയിച്ചിരിക്കുകയാണ്, മിന്നൽക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കോർപ്പറേഷൻസിൽ കയ്യിൽ നിന്ന് പോയി, അതും പോട്ടെ. അതെല്ലാം ജയിച്ചതിന് ശേഷവും യദുവിനൊരു ജോലി ചെയ്യണ്ടേ? താങ്കളുടെ ഡ്രൈവർ അല്ലേ? ഞാനിപ്പോ ഒരു പ്രൈവറ്റ് ബസ്സിൽ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ് ജീവിക്കാൻ വേണ്ടി. ഈ കോർപ്പറേഷൻ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന്റെ അത് കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മുതലാളി പറഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ന് വേറൊരു ഡ്രൈവറിനെ വെച്ച് ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞ് ഇവന് സ്ഥിരം വണ്ടിയൊന്നും വണ്ടി കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. എന്നാലും മുതലാളി ഇപ്പം വിളിച്ച് ലീവ് തരുന്നുണ്ട്, ഓരോ വണ്ടിയിലായിട്ട് ലീവ്. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം. അയാളൊരു നല്ല മനസ്സ്. കാരണം ഈ നിങ്ങളുടെ മുതലാളിക്ക് പോലും പാർട്ടിയെ പിണക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുതലാളി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? അത് അയാളെ നല്ല മനസ്സ്. യദു എന്ത് ഇപ്പൊ ചെയ്യുന്നത്? യദുവിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ അവസ്ഥ? യദു ജോലിക്ക് തിരിച്ചെടുക്കുമോ? ജോലിക്ക് തിരിച്ചെടുക്കൽ ഇപ്പൊ എന്തായാലും പാർട്ടി ഇറങ്ങുന്നവരെ നടക്കൂല. അല്ല, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗണേഷ് ഏട്ടൻ പറഞ്ഞിരുന്നു യദുവിനെതിരെ കേസെടുക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, യദുവിനൊപ്പമാണെന്നൊക്കെ അന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നൽകി. പറഞ്ഞത് യദുവിനൊപ്പമാണെന്ന് പറഞ്ഞു. രണ്ടാമത് യദുവിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു. ആദ്യം പറഞ്ഞ തെറ്റി ആംഗ്യം കാണിച്ചാണോ തെറ്റ്? അല്ല, ഇപ്പൊ അവര് പറയുന്ന വെച്ചാൽ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആരോട് കണ്ടിന്യൂസ് ആയിട്ട്? ഫോണിൽ സംസാരിച്ചെന്ന്. അപ്പൊ നമ്പർ ഞാൻ ചെക്ക് ചെയ്തപ്പോ എന്റെ വേറൊരു നമ്പർ ഉണ്ട്, ഈ ഫോണിൽ തന്നെ കിടക്കണേണ്, ഈ തന്നെ കോള് പോയിരിക്കുകയാണ്. അപ്പൊ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിൽ ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പറിൽ എങ്ങനെ കോള് പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ നമ്പർ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്, വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷെ ഏത് നമ്പറെന്ന് പറയുന്നില്ല. യദു 1 മണിക്കൂർ സംസാരിച്ചു. യദുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും യദു ഇവിടെ ജട്ടി വരെ മാറുന്ന കാലഘട്ടം. അപ്പൊ യദുവിന്റെ ഫോണിൽ നിന്ന് കോള് പോയില്ലേ അത്ഭുതമുള്ളൂ. അതിനെ കുറിച്ചാണ് ഇപ്പൊ സാറ് ഗണേഷ് കുമാർ സാർ ആയാലും പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലോട്ട് തന്നെ കോൾ ചെയ്യുന്നു. ഗണേശേട്ടൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നേ? പാവം, അദ്ദേഹം ഒരു പാർട്ടിയുടെ ഭാഗമല്ലേ. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ദിവസത്തെ മൊത്തം ഡീറ്റെയിൽ, ഇത്ര മണിക്ക് തൊട്ട് ഇത്ര മണി വരെ വണ്ടി എടുത്തതിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിലാണ് പറയുന്നത്. അവർ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ സമയവും ഇത്ര 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അങ്ങനെ മൊത്തത്തിലുള്ള അന്നത്തെ ദിവസം മൊത്തത്തിലുള്ള കോൾ റെക്കോർഡ് എടുത്തിട്ടാണ് 1 മണിക്കൂർ. അതായത് ആളുകൾ കേൾക്കുമ്പോൾ വിചാരിക്കണം 1 മണിക്കൂർ വണ്ടി ഒരു കയ്യിൽ വണ്ടിയും ഒരു കയ്യിൽ ഫോൺ വെച്ച്
ഓട്ടിക്കുന്നുള്ള രീതിയിലാക്കി തീർക്കുക അതാണ് ചെയ്തത്. വൈറ്റ് ലാബിൽ ഒരു പാസഞ്ചർ കയറാറുണ്ടായിരുന്നു, റിസർവേഷനാണ്. പാസഞ്ചർ കയറാകുമ്പോൾ നമ്മൾ പാസഞ്ചറെ കയറ്റാതെ പോയി കഴിഞ്ഞാൽ അത് വേറെ വാർത്തയാവും. അപ്പോൾ അത് കയറ്റി പിന്നെ കരുനാഗപ്പള്ളിയിൽ അതേപോലെ 20 പാസഞ്ചറിനെ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും സാധനത്തിന് വേണ്ടി ഇവർ നോക്കിയിരിക്കുകയല്ലേ. ഇതിപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ ജനങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവർ പറയുന്ന 1 മണിക്കൂർ സംസാരിക്കും. ഈ വേക്കൻ്റെ ഈ വണ്ടി നിർത്തിയിട്ടേക്കുന്ന സമയത്ത് ഫോണിൽ എൻ്റെ മോൻ അന്ന് ജലദോഷവും പനിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കാം, അമ്മ വയ്യാത്തയാണ്. അപ്പോൾ അവരെ വിളിച്ച് തിരക്കുന്നുണ്ട്, അതാണോ നമ്പർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നമ്പർ തന്നെ ഇവർ ലിസ്റ്റ് എടുത്തത് വെച്ചേക്കുന്ന എൻ്റെ നമ്പറാണ്. അന്നത്തെ മേയറായിരുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് പോലീസ് വ്യക്തമായിട്ട് പോലീസുകാർ ഉൾപ്പെടെ ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. മെമ്മറി കാർഡൊക്കെ അപ്രത്യക്ഷമായി. ആര് കൊണ്ടുപോയത് ഏതൊരു തോന്നുന്നുണ്ട്, ആരും വല്ല പൊക്കിയതെന്നുള്ള കണ്ടക്ടറോ ഡിപ്പോ മാനേജർ എഞ്ചിനീയറിംഗ് ഡിപ്പോ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ. എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി ഇപ്പോൾ ഒരു കേസിൽ പിടിക്കുന്ന വണ്ടി അന്നത്തെ ദിവസം 1 മണിക്കൂർ തികയുന്നതിന് മുമ്പ് വണ്ടി സ്റ്റേഷനിൽ നിന്ന് വിട്ടുകൊടുക്കുന്നതെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കി. അവരെല്ലാവരും മദ്യപിച്ചിരുന്നു, നല്ല സ്മെല്ലുണ്ടായിരുന്നു. പക്ഷെ അവരെ ചെക്ക് ചെയ്യാൻ പോലീസുകാർ ഈ ലേഡി മദ്യപിച്ചതായിട്ട് വല്ലതും അറിയാമോ? ഈ മേയർ ഇത്ര ദൂരത്തല്ലേ ഇരിക്കണം, മറ്റവന്മാർ എൻ്റെ അടുത്താണ് അത് നല്ല രീതിയിൽ സ്മെല്ലടിച്ചിരുന്നു. അപ്പൊ ഞാൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഉറപ്പായത് മേയറാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും നമ്മൾ നനഞ്ഞു കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു. അന്നത്തെ ദിവസം രാത്രി 10:30 ആയപ്പോൾ സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിന്റെ ചിരി അങ്ങ് മാറും, നീ പെട്ടെന്ന് ഒരു പരാതി എഴുതി SIക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് 10:30 ഒരു പരാതി എഴുതി അപ്പോൾ കൊടുക്കുകയാണ്. ഞാനാണ് ഫസ്റ്റ് പരാതി കൊടുക്കണേ. പരാതി വെച്ച് SI ഡ്രോയറിൻ്റെ അകത്ത് വെച്ച് എന്നിട്ട് നേരം വിളിച്ചു പറഞ്ഞ് രാത്രി 12 മണിയാണ് 1 മണിക്കാന്തോണ് മേയറിന്റെ വീട്ടിൽ പോയാണ് മൊഴി എടുക്കുന്നത്. 1 മണിക്കോ 12 മണിക്കാന്തോണ് മേയറിന്റെ വീട്ടിൽ പോയാണ് മൊഴി എടുക്കുന്നത്. പരാതി ആദ്യം കൊടുത്തത് ഞാൻ, പക്ഷെ കേസെടുത്തത് അവരെ കേസാണ് ആദ്യം എടുത്തത്. എന്റെ കേസെടുത്തത് കോടതി പറഞ്ഞിട്ടാണ്. കോടതി ചെവിക്ക് പിടിച്ചെടുപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്ത. നഗരമാതാവായിരുന്നു അവര്. നഗരമാതാവട്ടെ ആരോ ആവട്ടെ, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഇപ്പൊ ഞാനും ചേട്ടനും ചെയ്താൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അത് വലിയവനൊന്നും ചെറിയവനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പാർഷ്വാലിറ്റിയാണ് ഈ പോലീസുകാരായാലും ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിസഭയായാലും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവരെ തെറ്റുകളും മൂടി വെച്ച് ബാക്കിയുള്ളവരെ തെറ്റാക്കുക, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2017 ഇവിടെ എനിക്കൊരു പെണ്ണുകാർ വിഷയം ഉണ്ടായെന്ന് പറഞ്ഞു. അതും ഈ പാർട്ടിക്കാരന്മാർ തമ്മിലുള്ള നടി വന്നത് ഈ മേയറിനൊരു പഴയ മേയറിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. നടി കൂടുതൽ ഇങ്ങോട്ട് പരാതിയും കൊണ്ട് വന്നിരുന്നെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാൻ തയ്യാറാണ്. എന്റെ പേഴ്സണലി കേസുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുവരെയല്ല. നടിയുടെ കേസിൽ നടി ഇങ്ങനെ പറഞ്ഞല്ലാതെ ഒരു കേസായിട്ട് എനിക്ക് ഇതുവരെയും വന്നിട്ടുമില്ല. നടി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വാർത്ത ചെയ്തതിന്റെ പേര് നടി എനിക്കെതിരെ കേസ് കൊടുത്തായിരുന്നു, എന്നെ അറസ്റ്റ് ചെയ്തായിരുന്നു. എന്തായാലും എന്നെ എത്രയോ പേര് പറയുന്നു അവ അങ്ങനെയാണ്, കൈ ആംഗ്യം കാണിക്കണമെന്നാണ്, അവൻ ആംഗ്യക്കാരനാണ്, സിബൂരി യദു എന്നാണ് വിളിക്കുന്നത്. പല അത് നോക്കുമ്പോൾ സിബൂരി യദു മുണ്ട് നോക്കി യദുവിന്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം യദുവിന്റെ അമ്മയാ അല്ലേ? കാരണം എന്നാ, അമ്മയാണ് നിർബന്ധിച്ച് എംപാനലില് ജോലിക്ക് കയറാൻ പറഞ്ഞല്ലേ. പിന്നെ സ്ഥിരമാകും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്ഥിരമാക്കും ഞാൻ പറഞ്ഞു, KSRTCയിൽ സ്ഥിരമാക്കൂല എന്ന് പറഞ്ഞു. അവരുടെയൊക്കെ ഓരോ പ്രതീക്ഷയല്ലേ, അവരൊരു ഇതാണ് മോൻ രക്ഷപ്പെട്ട് കണ്ടാൽ മതി. ഏതായാലും നഗരസഭ മാറി പുതിയ ആള് വന്നു. VV രാജേഷാണ് പുതിയ നഗരസഭ പിതാവ്. രാജേഷുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഞാൻ നേരിട്ട് ഇവിടെ ഉള്ള BJP-കാരിലെ ചേട്ടന്മാരെ കണ്ട് ചോദിച്ചു. എനിക്ക് ഇതിനുമായിട്ട് അറിയാത്തോണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ നീ ആദ്യം കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ തമ്പാനൂര് ഒരേ പേപ്പറിൽ രണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയത്. ഒന്ന് ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇങ്ങനെ വലിയ പ്രശ്നമല്ലേ, വണ്ടി ഓടാൻ സമ്മതിക്കുന്നില്ല, ഓടുന്ന വണ്ടിയെ ഇറക്കി വിടുന്നു, MVDയെ കൊണ്ട് പിടിപ്പിക്കുന്നു, ട്രാഫിക്കുകാരെ കൊണ്ട് പിടിപ്പിക്കുന്നു. ചില പോലീസുകാർക്ക് എന്നെ കാണുമ്പോൾ എന്തോ ദേഷ്യമാണ്, കുരുപൊട്ടല്. എന്റെ ഭാഷ പറഞ്ഞ വേറെ ഭാഷ. അപ്പോൾ ഇങ്ങനെ ഞാൻ പരാതി എഴുതി ആദ്യം BJP ഓഫീസിൽ രാജീവ് ചന്ദ്രശേഖരൻ കൊടുത്തു, നേരിട്ട് കൊടുത്തു, രാജേഷേട്ടന് കൊടുത്തു. ഞാൻ മുമ്പ് ചോദിച്ചു യദു രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചു. ശരിക്കും യദു ഒരു BJP-കാരനല്ലേ?
അല്ല BJP കാരനാന്ന് വെച്ചാൽ ഞാൻ ഈ BJP എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അല്ല, ഇതിനകത്ത് വരുന്ന കമന്റുകളിൽ ഒരു BJP കാരനാണെന്ന്. ഞാൻ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയപരമായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാണിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ SFIയിലായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് ധനുവച്ചൊരു IT. അവിടെ പോയി തിരക്കി അറിയാം ഏത് കോളേജിൽ ഏത് പാർട്ടിയാണ് ഉള്ളതെന്നുള്ളത്. ഇത് എൻ്റെ ഡ്രൈവിംഗ് തുടങ്ങിയ സമയത്ത് എടാ കമന്റ് ഇടുന്ന പൊട്ടൻ സഖാക്കന്മാരോടാണ് ഈ അന്തം കമ്പികളുണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ നാറികളുണ്ട്, നല്ല സഖാക്കന്മാരുണ്ട്. ഇങ്ങനെ കുറേ നാറികൾ വന്നിട്ട് അടി കമൻറ്റ് ചെയ്യും. ഏത് BJP ആണ്, നല്ല ഒന്നാന്തരം SFIക്കാരനായിരുന്നു ഈ യദു എന്ന് പറയുന്നത് അല്ലേ. അത്യാവശ്യം CAT യൂണിയൻ്റെ പേപ്പറാണ് ഇരിക്കുന്നത് 2010. എന്നിട്ടാണ് നിന്നെ BJP ആക്കിയത് അല്ലേ യദു. അതൊക്കെ എന്തും ആവട്ടെ, ഇപ്പോൾ കേസിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ കേസിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കേസ് മുന്നോട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളും പോവാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. നേരത്തെ 5 പ്രതി എന്നുള്ള ഇപ്പം 6ാമത്തെ പ്രതിയും കൂടെ ആക്കിയിട്ടുണ്ട്. അത് കണ്ടക്ടറാണ് 6ാമത്തെ പ്രതി. മെമ്മറി കാർഡ് എവിടെ പോയെന്നുള്ള കണ്ടക്ടറിനെ അറിയാവുള്ളൂ. വിളിച്ചുകൊണ്ട് പോയിട്ട് പിറ്റേ ദിവസമാണല്ലോ വിടുന്ന വണ്ടി. രാത്രി 10:30 പിടിച്ചിട്ട് പിറ്റേ ദിവസം 11 മണിക്കാണ് എന്നെ വിടുന്നത്. അതുവരെ ഒരു തുള്ളി വെള്ളമോ ആഹാരമോ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ സപ്പോർട്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ചിരിച്ചുകൊണ്ടിരിക്കാതെ പരാതി കൊടു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം വന്നത്. അറിഞ്ഞുകൂടല്ല ഈ സ്റ്റേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞു. ഇപ്പം എല്ലാം പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു, ഇവർ പഠിപ്പിച്ചു എന്നെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് കേസിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 6 പ്രതികളുണ്ട്. 6 പ്രതികളും അതുപോലെ തന്നെ മേയറിനും ഈ 6 പ്രതികൾക്കും ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് കോടതിയിൽ നോട്ടീസ് പോയിട്ടുണ്ട്. 6 പ്രതികളും കോടതി വരണമെന്നുള്ള 21-ാം തീയതി ഈ മാസം. വിശ്വാസമുണ്ടോ? മൊഴി കൊടുക്കണം. വിശ്വാസം എന്ന് വെച്ചാൽ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. പോലീസുകാരും ബാക്കിയുള്ള എല്ലാം വിശ്വാസം എഴുതി കൊടുക്കുന്ന അറിയത്തില്ലല്ലോ അല്ലേ, അത് പറയാൻ പറ്റൂല. ഏതായാലും യദുവിന് എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതം കോഞ്ഞാട്ടയായി. ഇനി ആകെയുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരന് ഏറ്റവും അവസാനം കയറി ചെല്ലാവുന്ന, ഏറ്റവും അവസാനം ആശ്രയിക്കാവുന്ന ബഹുമാനപ്പെട്ട കോടതിയാണ്. ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് യദുവിന് നീതി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണല്ലേ. കോടതിയേ ഉള്ളൂ, വേറെ എല്ലാം കൈവിട്ട് പോയി അല്ലേ. BJP കാരനാക്കി, എന്താ പറയാ, മറ്റേ പേരുടെ മുണ്ടുപൊക്കി ആക്കി, സിബൂരി ഇല്ലാത്ത പേരൊക്കെ ആക്കി. അതെ, അമ്മയകത്തൊന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ പാൻറ്റേ ഇടുള്ളൂ, മുണ്ട് കൊടുക്കാറില്ല. എങ്ങനെ മുണ്ടുകൊടുക്കുകയല്ല, എപ്പോഴും ഇടണ വീട്ടിൽ നിൽക്കാനാണ് ഇടണത്. പിന്നെ പ്രാവശ്യം നടുറോട്ടിൽ നിന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ പേരുണ്ടാക്കിയല്ലേ മകനല്ലേ, BJP കാരനാക്കി. BJP എന്നാണ് അവര് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞു കൂടാ എന്താണെന്ന് പോലും. ന്യായമായിട്ടുള്ള കാര്യത്തിന് നിൽക്കാം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ നമ്മൾ സത്യത്തിന് നീതിക്കും ഒത്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാം കള്ളത്തനമാണ്. ഇപ്പൊ ഉള്ളത് ഞാൻ അച്ചുമാമൻ ഫാനാണ്. ഇപ്പോഴും നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലേ പ്രായമുള്ളവർ? നമ്മുടെ നല്ലവരുണ്ട്. പ്രശാന്ത് ഏട്ടനൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. ഇപ്പോഴത്തെ പ്രശാന്ത് മേയറായിരുന്നു, മുൻ മേയറായിരുന്നു. അദ്ദേഹമൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർ പാർട്ടി നോക്കാതെ ചെയ്യും. ഇതൊക്കെ കുറേ ഇരുട്ട് വിടുന്നവന്മാരുണ്ട്. മറ്റേ അമ്മയെ പീഡിപ്പിച്ചാൽ പറയും എൻ്റെ അമ്മയാണ് മോശക്കാരെന്ന് പറയും, പാർട്ടി നല്ലതാണെന്ന് പറയും. പാർട്ടിയിലുള്ള ആരെങ്കിലും പീഡിപ്പിച്ചാലുള്ള കാര്യം എന്ന് വെച്ചാൽ പാർട്ടിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. മനസ്സിലായ ഈ പാർട്ടിയെക്കുറിച്ച് അന്തംകമ്മി എന്നുള്ളൊരു വേർഡ് വളരെ കാര്യമുള്ളത് തന്നെയാണല്ലേ. അത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നേരം വെളുത്തെന്ന് പറഞ്ഞാൽ അവർ പറയണേ ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇരുട്ടാണെന്ന്. നമ്മളെ പോലെയുള്ളവർ ഇത്തിരി മനുഷ്യത്വമുള്ള ആൾക്കാരും പറയും അത് ഇരുട്ടല്ല രാവിലെയാണെന്ന് പറയും. പിണറായി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറയും, നമ്മൾ തിരിച്ച് പറയും. നമ്മളിപ്പോൾ എന്ത് പറയാൻ പറ്റും? നമുക്ക് ന്യായവും നീതിയുമാണ്. സത്യം പോലെ പറയുക. എന്തായാലും സത്യം ഒരു കാലത്ത് വിജയിക്കുമെന്നൊരു ഉറപ്പുണ്ടല്ലേ, അത് മാത്രമേ ഉള്ളൂ. സത്യം വിജയിക്കണമല്ലോ. സത്യം എത്ര കള്ളത്തനം കൊണ്ടുവന്നും ഈ കർമ്മം എന്ന് പറയണതേ അത് തിരിച്ച് കിട്ടും. അതിപ്പം ഞാൻ ചെയ്താലും, ഞാൻ ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്, അനുഭവിക്കുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ അത് ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടഭഗവാൻ ശിവനാണ്. അപ്പോൾ എന്തായാലും ശിവൻ കൈവിടില്ല. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ആവശ്യം എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള ഒരവസ്ഥ, ജീവിക്കാനുള്ള സാഹചര്യം. കാരണം എന്തോ ആവട്ടെ, ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭയായിട്ട് ബന്ധപ്പെട്ടാണ്. തീർച്ചയായിട്ടും മുൻ നഗരസഭയുടെ എന്താ പറയുക നമ്മുടെ ആര്യ കുഞ്ഞുവാവ ആര്യയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഇതൊരു കള്ള കേസായിരുന്നു എന്നുള്ള ഇത് കാണുന്ന ബിരിയാണി കഴിക്കുന്നവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇനിയുള്ളൊരു കാര്യം എന്നത് പറയുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ കുഞ്ഞുണ്ട്,
വയ്യാത്ത അച്ഛനും വയ്യാത്ത അമ്മയും ഉണ്ട്. KSRTCയുടെ ജോലി ഇല്ലെങ്കിൽ പോലും മറ്റൊരു വണ്ടി ഓടിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം പോലും ഈ മുടിഞ്ഞ ഭരണം നടത്തി കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ VV രാജേഷ് ഇത് കാണുകയാണെങ്കിൽ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഈ പ്രാക്ക് തിരുവനന്തപുരം നഗരസഭയിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രാക്ക്, ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സ് വിഷമിപ്പിച്ച ആ പ്രാക്ക് നിങ്ങൾ മാറ്റിക്കൊടുക്കണം. ഏറ്റവും ദയോടെ ഏറ്റവും വിനയാന്വിതയായി പറയുകയാണ്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം, ഒരാളെ കൈപൊക്കി കാണിക്കാനോ ചീത്ത വിളിക്കാനോ അതിനൊന്നും പോകുന്ന ആളല്ല ഈ ചെറുപ്പക്കാരൻ. ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇത് പറയുന്നത്. യദുവിനെ അറിയണം, യദുവിനെ അന്വേഷിക്കണം. കള്ളവാർത്ത, സ്ത്രീകളെ വെച്ചുണ്ടാക്കുന്ന പടച്ചുവിടുന്ന, ഇപ്പോഴീ നടത്തുന്ന നാറിയ ഭരണം നടത്തുന്ന ഈ നാറിയ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തുന്ന ഈ വാർത്തകൾ നമ്മൾ അതിജീവിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. യദുവിനും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. മാറ്റം അനിവാര്യമാണ്. ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട യദുവിന് ഒരു ജോലി നമ്മുടെ നഗരസഭയിൽ തന്നെ സ്ഥിരമായി ഒരു ജോലി കിട്ടട്ടെ. യദുവിൻ്റെ കുഞ്ഞിനെ നോക്കണം, വയ്യാത്ത അച്ഛനെയും അമ്മയെയും നോക്കട്ടെ. പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.